ചേട്ടാ ഞാൻ ഇറങ്ങാണേ. ഓ മിസ്റ്റർ ബാബുക്കുട്ടൻ, പുറത്തേക്ക് പോവാണോ? അതെ. നിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചിലത് അറിയാനുണ്ട്. ഒന്ന് DIG ഓഫീസ് വരെ വരണം. ഞാൻ എന്തിനാ വരുന്നത്? അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം. എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ. ഞങ്ങളുടെ ലോ കോളേജിന്റെ എല്ലാ ആക്ടിവിറ്റീസിനും ഏറ്റവും മുന്നിൽ നിന്ന ആളായിരുന്നു നിഷ. ആൺപെൺ വ്യത്യാസമില്ലാതെ ഒത്തിരി സുഹൃത്തുക്കൾ അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനുമായിട്ട് എപ്പോഴും വഴക്കിടുമായിരുന്നു. തനിക്കെന്താടോ കണ്ണുണ്ടൂടെ? സോറി, ശ്രദ്ധിച്ചില്ല. എന്തോന്ന് സോറി? കോളേജിനുള്ളിൽ ഇരുചക്ര വാഹനം പാടില്ലെന്ന് കോടതി വിധിയുണ്ട്. എന്നിട്ടും വണ്ടി കയറ്റിയത് തന്റെ ധിക്കാരം. പോരാഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലക്കാർഡ് നശിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം ചെയ്തതല്ല. അതെ, താൻ മനഃപൂർവ്വം ചെയ്തതാ. ഇതിന് സമാധാനം പറഞ്ഞിട്ട് താൻ പോയാ മതി. നിർത്തടി. നീ ആര്? കോളേജ് പ്രിൻസിപ്പലിന്റെ മോളോ? ഒരു അബദ്ധം പറ്റി അതിന് സോറിയും പറഞ്ഞു. ബാബുക്കുട്ടാ, നീ വണ്ടി എടു. എന്നാ എനിക്കതൊന്നും കാണണം. എടി, നീ ഒരു പെണ്ണാ, അത് മനസ്സിലാക്ക്. പിടിച്ചാൽ തള്ളുന്നുണ്ടല്ലോ, മൂക്കും കുത്തി താഴെ എന്നാ കിടക്കും. നീ തള്ളടാ. അത്യാവശ്യ സ്ത്രീ സുരക്ഷയൊക്കെ ഞാൻ പഠിച്ചതാ. ഇവനൊക്കെ നല്ല ഇടി കൊടുക്കാൻ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നിഷേ, അത് വിട്. ബാബുക്കുട്ടൻ ഒരു അബദ്ധം പറ്റിയതല്ലേ, പോട്ടെ. അതെ, ഇതിന്റെ പേരിലേ ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട. നിഷ മാറിക്ക്, അളിയാ പോ. എല്ലാരും മാറിക്ക്. ആ പോട്ട് പോട്ട് പോട്ട്. ആ എടുത്തോണ്ട് പോളിയാ. ആ പോട്ട്. ആ പോട്ടെന്നേ, വാ. സൂപ്പർ വിഷ്വൽസ്. ഇത് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് അടുത്ത ബുള്ളറ്റിൽ കൊടുക്കാം. താങ്ക് യു സർ. സമൂഹത്തിലെ ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഹലോ, P7 ഒരു വിഷ്വൽ ഇട്ടിട്ടുണ്ട്. അത് ഹെഡ്ലൈനിൽ കൊടുക്കട്ടോ. ശരി ശരി, താങ്ക് യു സർ. ഓക്കെ. വീഡിയോ എടുക്കല്ലേ? നിന്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ വിടുള്ളൂ. അടങ്ങി നിക്കണേ അവിടെ. ഒതുങ്ങി നിക്കവിടെ. കിടക്കാതെ അവിടെ നിന്നെ രക്ഷിക്കാൻ വരുന്നില്ല. വിളിക്കാതെ അവിടെ അടിച്ചോടിക്കണവനെ. പോടാ പോടാ, അടങ്ങി നിക്കണേ അവിടെ. ഈ സ്ത്രീ സുരക്ഷേ പോന്നില്ലേ? കേറിക്കോ. എന്തായത്? പിടിച്ചിരിക്കേ.
സർ, ബെറോ ഡിക്കോത്ര സംഘമായ നിഷയുടെ ഒരു ക്ലാഷും അതിലെൻ്റെ ഇടപെടലും ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടാകാൻ കാരണമായി എന്നത് സത്യമാണ്. നിഷയുടെ മരണത്തിൽ മിസ്റ്റർ ബാബുക്കുട്ടൻ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ബാബുക്കുട്ടൻ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിച്ചതാ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ബാബുക്കുട്ടൻ പോവാം. താങ്ക് യു സർ. ആ, ഇക്ബാലാണോ ടി പി സാറിന്റെ വിശ്വസ്തൻ? അതൊന്നും എനിക്ക് അറിയില്ല സർ. ആ, ശരി, പോയിക്കോളൂ. ശരി സർ. അമീതേ, ഊക്കിയെടുത്ത് വണ്ടിയിലിട്. ബെറോ ഡിക്കോത്ര അല്ലേ? ആ അതെ. 95 കാലഘട്ടത്തിലെ ശോഭിക്കുന്ന യുവതലമുറയുടെ നായകനായ ടിനു ചാക്കോക്ക് പിന്നീട് എന്തൊരു പേരുമാറ്റം? അപ്പോ സാറെന്നെ തിരിച്ചറിഞ്ഞു അല്ലേ? പറയൂ, തനിക്ക് ഈ നിഷാകൊല കേസുമായിട്ട് എന്താണ് ബന്ധം? ഇല്ല സാർ, എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ തൻ്റെ ഒരു പഴയ ഫാനാണ്. താനൊരു സൂപ്പർ സ്റ്റാർ ആവുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ എന്ത് ചെയ്യാൻ, താൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ? ഇങ്ങനെ ആയതല്ല സാറേ, ചിലർക്കൊക്കെ വേണ്ടി ഞാൻ ബലിയാടായതാണ്. ഓക്കെ, ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ചരിത്രം. അതെ സാർ, അതോടെ എൻ്റെ കരിയർ തീർന്നു. ഇപ്പോൾ കിടപ്പുമുറിക്ക് വേണ്ടി 250 രൂപയ്ക്ക് വേണ്ടി, ഒരു കുറഞ്ഞ പൈൻറ്റിനു വേണ്ടി ഞാൻ ഈ മാർഗം സ്വീകരിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും കോളേജ് കുട്ടികൾക്ക് ലഹരി പദാർത്ഥം വിറ്റിട്ടില്ല സാർ. എൻ്റെ കൂടെയുള്ളവർ ആക്രാന്തമൂത്ത് ചെയ്തതാണ് സാർ. എനിക്കങ്ങനെ പണമുണ്ടാക്കാനാണെങ്കിൽ നിഷയുടെ മരണം ഏൽക്കാമെന്ന് ചോദിച്ച് ഒരാൾ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു സാർ.